അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ അലിഹി വസ്സഹബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാന്യനായ പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷകരമായ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് നാം ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് വിശുദ്ധ ഖുർആൻ്റെയും പ്രവാചകചര്യയുടെയും മൗലികമായ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മലയാളി സമൂഹത്തിൽ പ്രബോധന പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ യുവജന വിഭാഗം ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹത്തിനെതിരെയും അതിൻ്റെ ആദർശത്തെയും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഉയർത്തുന്ന വെല്ലുവിളികളെ വർത്തമാന കാലത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസൃതമായിക്കൊണ്ട് പ്രമാണബദ്ധമായി വിലയിരുത്തുകയും പഠനവിധേയമാക്കുകയും ചെയ്യുക എന്നതിൻ്റെ ഭാഗമായി ഡയലോഗ് എന്ന പേരിൽ പഠനാർഹമായ സംരംഭത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തിരൂരിൽ തുടക്കം കുറിച്ച ഇതിൻ്റെ രണ്ടാം ഭാഗമാണെന്ന് ഇൻഷാ അല്ലാഹ് ഇന്ന് കണ്ണൂരിൽ ഈ സമയത്ത് നടക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെയാണ് ഇന്നിവിടെ പഠനവിധേയമാക്കുന്നത്. ആമുഖമായി സൂചിപ്പിച്ച പോലെ തന്നെ ആധുനിക ലോകത്ത് ഇസ്ലാമിനെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ ഏറ്റവും ഫലപ്രദമായും ക്രിയാത്മകമായും എങ്ങനെ ശക്തമായി അതിനെ പ്രമാണത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അതിനെതിരെ നിലകൊള്ളാൻ സാധിക്കുമെന്നതിന് ഒരു ചർച്ചയുടെ ഭാഗമാണ് ഇത്തരം ഒരു പ്രോഗ്രാമിലേക്ക് വിസ്ഡം യൂത്തിനെ എത്തിച്ചേർത്തിട്ടുള്ളത്. ആ നിലയിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധയെ ക്ഷണിക്കുവാനും പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾ അകറ്റിക്കൊണ്ട് ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹവും സാഹോദര്യവും ഐക്യവും നിലനിർത്താൻ ഇത്തരത്തിലുള്ള തുറന്ന ചർച്ചകളിലൂടെ സാധിക്കുമെന്നാണ് നമ്മളെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ആ നിലയിൽ പുലരുവാൻ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ ഖുർആൻ പണ്ഡിതനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ കുഞ്ഞി മുഹമ്മദ് മദനി പറപ്പൂരിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.